ഇപ്പോൾ CM ഇതിനോടൊപ്പം തന്നെ ചോദിക്കാനുള്ള കാര്യം, ഇപ്പോൾ പയ്യന്നൂർ എന്ന പോലെ തന്നെ പയ്യന്നൂരും തളിപ്പറമ്പ് രണ്ട് മണ്ഡലങ്ങളിലും CPM-ൽ നിന്ന് വിട്ടുപോയ രണ്ട് പ്രധാന നേതാക്കളാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത്. അപ്പോൾ അത് സത്യത്തിൽ അവർ സ്ഥാനാർത്ഥികളാവുന്നു എന്നതിനോടൊപ്പം തന്നെ അവർ ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിയാണ് രംഗത്ത് വരുന്നത്. ഇപ്പോൾ പയ്യന്നൂരിലാണെങ്കിൽ ഫണ്ട് തിരിമറി എന്ന വിഷയം, അതുപോലെ തന്നെ തളിപ്പറമ്പിലാണെങ്കിൽ പിന്നെ ഈ നെപ്പോട്ടിസം എന്ന് പറയാവുന്ന സ്വന്തം ഭാര്യയ്ക്ക് തന്നെ സീറ്റ് കൊടുക്കുന്നു എന്നുള്ളത്. ഇതൊക്കെ കണ്ടിട്ടും CM പ്രതികരിക്കാതിരുന്നു എന്നൊരു കാര്യവും കൂടി TK ഗോവിന്ദൻ പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ എന്ത് നിലപാടെടുക്കണം എന്നാണ് CM-ൻ്റെ അഭിപ്രായം? പയ്യന്നൂരിലെ പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ വളരെ വലിയ ട്രഡീഷനുള്ളൊരു പാർട്ടിയാണ്. പിന്നെ പഴയ നേതാക്കന്മാരെ എടുത്താൽ സഖാവ് AB, പിന്നെ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് P. കുഞ്ഞിരാമൻ, അതെ, പിന്നെ കണ്ണൻ നായർ, സുബ്രഹ്മണ്യ ഷേണായി, ഇങ്ങനെയുള്ള അധികായന്മാർ നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയാണ്. അതിൽ കുഞ്ഞിരാമണ്ണനെ പറ്റിയൊക്കെ പറയുന്നൊരു കഥ തന്നെയുണ്ട്. ഒരു കണക്കിലൊരു കാശ് ബാക്കിയായി പോയാൽ അതിന് ഒരു കാർഡ് അയക്കുമെന്ന്. കാർഡിന് അതിനേക്കാളും പൈസയുണ്ട്, പക്ഷേ കാർഡ് അയച്ച് ആ പൈസ കൊണ്ട് തരണമെന്ന് പറയുന്ന അത്രയും ചിട്ട പാലിച്ച ആൾക്കാരുണ്ടായൊരു നാടാണത്. അപ്പോൾ അവരുടെ എല്ലാം പാരമ്പര്യം ഉൾക്കൊള്ളുന്നൊരു പാർട്ടിയാണ് അവിടെ ഉണ്ടായത്. പിന്നെ ആ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീടുള്ളവരും പ്രവർത്തിച്ച് വന്നിട്ടുള്ളത്. വളരെ കരുത്തുറ്റ സംഘടനയാണ്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെച്ചിട്ടുമുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധനപരമായ ഒരു അപഹരണമോ മറ്റു കാര്യങ്ങളോ നടന്നില്ല എന്നത് പാർട്ടിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ്. അത് പാർട്ടി വളരെ വിശദമായി പരിശോധിച്ച് ബോധ്യപ്പെട്ട കാര്യമാണ്. അതിൽ പാർട്ടി ജില്ലാ നേതൃത്വമാണ് പരിശോധിച്ചത്. അവർ അത് വ്യക്തമായി രേഖപ്പെടുത്തിയ കാര്യമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് സാധാരണ പരിധി വിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായി എന്നതാണ് കുഞ്ഞികൃഷ്ണൻ്റെ ഭാഗത്തുണ്ടായ പിശക്. കുഞ്ഞികൃഷ്ണൻ അതിൽ വളരെ വ്യക്തിപരമായി നീങ്ങുന്ന അവസ്ഥയുണ്ടായി. ഒരു വിരോധപരമായ നിലപാട് സ്വീകരിച്ച് നീങ്ങുന്ന നിലയുണ്ടായി. ഒരുതരം വൈരനിര്യാതന ബുദ്ധി കാണിക്കുന്ന നിലയും കുഞ്ഞികൃഷ്ണൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനോടൊപ്പം പാർട്ടിക്ക് നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. കുഞ്ഞികൃഷ്ണനെ തിരുത്തിക്കാൻ ശ്രമിച്ചു. ആ തിരുത്തലിന് വിധേയനാക്കി. അതിനുശേഷം വീണ്ടും പാർട്ടിയിൽ തിരിച്ചു കൊണ്ടുവന്ന് നല്ല രീതിയിൽ കുഞ്ഞികൃഷ്ണനെ അംഗീകരിച്ച് പാർട്ടിയോടൊപ്പം നിർത്താനാണ് പാർട്ടി ശ്രമിച്ചത്. പാർട്ടി എപ്പോഴും ഒരു അമ്മയെപ്പോലെയാണ്. ഈ ഒരു സഖാവിന് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയാൽ പുറന്തള്ളിക്കളയാലല്ല, അയാളെ തിരുത്താൻ വേണ്ടി ശ്രമിക്കും. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. അതൊക്കെ കുഞ്ഞികൃഷ്ണൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചതാണ്. പക്ഷേ കുഞ്ഞികൃഷ്ണൻ്റെ വൈരനിര്യാതന ബുദ്ധി അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് സംഘടനാ ബോധത്തെ ആകെ കീഴ്പ്പെടുത്തി കളഞ്ഞു, അട്ടിമറിച്ച് കളഞ്ഞു. ആ വൈരനിര്യാതന ബുദ്ധിയാണ് വലിയ തോതിൽ ഉയർന്നു നിന്നത്. അതിൻ്റെ ഭാഗമായി പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലിയായി മാറാൻ തീരുമാനിച്ചു. അതാണിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ശത്രുവിൻ്റെ കയ്യിലെ കോടാലിയായി മാറിയിട്ട് പാർട്ടിക്ക് എന്തെങ്കിലും പരിക്കേൽപ്പിക്കാമെന്നുള്ളൊരു വ്യാമോഹവും വേണ്ട. കാരണം പയ്യന്നൂരിലെ പ്രസ്ഥാനമാണ്. അതിവിപുലമായ ജനകീയ പിന്തുണയാണ് അവിടെ പാർട്ടിക്കുള്ളത്. ഒരു പോറലും പാർട്ടിക്ക് ഏൽക്കില്ല. അതാണ് പയ്യന്നൂരിൻ്റെ കാര്യം.